മാവേലിക്കര മണ്ഡലത്തിലേക്ക് പോയി വരാം. കൊടിക്കുന്നിൽ സുരേഷ് സിറ്റിംഗ് MP ആയിരിക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം. സംവരണ മണ്ഡലമാണ്. ഇത്തവണ ചിറ്റിയം ഗോപകുമാർ അടൂർ MLA ആയ ചിറ്റിയം ഗോപകുമാറിനെയാണ് കൊടിക്കുന്നിൽ സുരേഷ് നേരിടുന്നത്. വലിയ ശക്തമായൊരു മത്സരം അവിടെ ഉണ്ടെന്നാണ് ഇരു മുന്നണികളും അവകാശപ്പെടുന്നത്. BDJS ആണ് NDAക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത്. ഷൈജു ആണ് വിവരങ്ങൾ നൽകുന്നത്. ഷൈജു, കലാശക്കൊട്ടിലേക്ക് എത്തുകയാണ്. മാവേലിക്കരയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? കലാശക്കൊട്ടിന്റെ ഏതാണ്ട് അവസാന നിമിഷങ്ങളിലും വലിയ ആവേശത്തിലാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാവിലെ പത്തനാപുരത്ത് നിന്നാണ് UDFന്റെ സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷിന്റെ റോഡ് ഷോ ആരംഭിച്ചത്. അദ്ദേഹം ഏതാണ്ട് 7 നിയമസഭാ മണ്ഡലങ്ങളും ചുറ്റി ഇപ്പോൾ ചെങ്ങന്നൂരിൽ ബഥേൽ ജംഗ്ഷനിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ബഥേൽ ജംഗ്ഷനിൽ കലാശക്കൊട്ടിന്റെ ഭാഗമായി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടത് സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ കുട്ടനാട്ടിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. അദ്ദേഹം മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ ചുറ്റിയതിനു ശേഷം അദ്ദേഹവും ചെങ്ങന്നൂർ നന്ദാവനം ജംഗ്ഷനിലാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ട് സജി ചെറിയാൻ MLA ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇരു മുന്നണികളും ഇതിനിടയിൽ NDAയും UDFന്റെ പ്രചരണ പരിപാടിക്ക് സമീപത്ത് തന്നെയാണ് അവരുടെയും കലാശക്കൊട്ട് അവസാനിക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള മത്സരങ്ങൾ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇടതു മുന്നണി UDFനെ മറികടക്കും എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വീണ്ടും വോട്ടായി ഹാട്രിക് വിജയം സ്വന്തമാക്കാം എന്ന നിശ്ചയദാർഢ്യത്തിലാണ് UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്. 79,000-ൽ പരം വോട്ടുകൾ നേടിയ NDA ഇക്കുറി തങ്ങളുടെ വോട്ട് നില വർദ്ധിപ്പിച്ച് മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും ഇരു മുന്നണികളും വിജയം അവകാശപ്പെടുന്ന തരത്തിലേക്ക് അവസാന മണിക്കൂറിലും വലിയ ആവേശത്തിലേക്കാണ് ഇവിടുത്തെ മത്സരം. ഇഞ്ചോടിച്ച് പോരാട്ടത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ പറയാം. അത്തരത്തിലെ വലിയ ആവേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളും ഇടതു മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ മുൻതൂക്കം ഇടതു മുന്നണിക്ക് അവകാശപ്പെടാറുണ്ട്. ബാലകൃഷ്ണപിള്ള ഇടതുമുന്നണിയിൽ വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു. അത് വെച്ച് പത്തനാപുരം കൊട്ടാരക്കര ഭാഗങ്ങളിൽ ഇടതുമുന്നണിക്ക് മുന്നിലെത്താൻ കഴിയുമെന്നും കുന്നത്തൂർ മാവേലിക്കര മണ്ഡലം കൂടി ഭൂരിപക്ഷം നേടിയാൽ വിജയിക്കാൻ കഴിയുമെന്നുമുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. ഐക്യജനാധിപത്യ മുന്നണി UDFനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം തന്നെ വോട്ടായി മാറും എന്ന ഒരു പ്രതീക്ഷയിലാണ് അവരും ഉള്ളത്. ഏതായാലും UDFനെ ഇക്കുറി മറികടക്കുമെന്ന് LDFും അതല്ല സീറ്റ് നിലനിർത്തും എന്ന കടുത്ത വാശിയിൽ UDFും നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മത്സരം തന്നെയാണ് മാവേലിക്കരയിൽ എന്ന് പറയാം. ശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലും വലിയ ആവേശമാണ് ഈ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ വിവരങ്ങളാണ് ഷൈജു നൽകിയത്.